അല്ല ഡോക്ടർ, ഇപ്പൊ പെയിൻ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെയിൻ വരുത്താനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ പുറത്ത് യൂസ് ചെയ്യുന്നതും ഒക്കെ? പെയിൻ ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മീൻസ് പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ജെല്ല് വെച്ചിട്ടാണ് ആദ്യം അവർ അത് സെർവൈക്കൽ റൈപ്പണിംഗ് എന്ന് പറയും. അത് ചെയ്യാൻ വേണ്ടി ആദ്യം ഞങ്ങളത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 6 hours ജെല്ലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പം അത് എല്ലാ 6 മണിക്കൂർ വെച്ച് ഞങ്ങൾ അതിനെ റീഅസസ് ചെയ്യും. പിന്നെ അതിന് വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലെന്ന് നോക്കും. അതനുസരിച്ച് ഓരോരോ സ്റ്റേജ് അനുസരിച്ചാണ് ഞങ്ങൾ പ്രോഗ്രസ് പോകുന്നത്. പിന്നെ ഇവിടെ വരുന്നവരെ ഞങ്ങൾ ഒരു 38 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ ഒരു ടേം സ്കാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അവരുടെ ബേബീനെ പറ്റിയുള്ള വെയിറ്റും ബേബിയുടെ പ്ലസൻ്റൽ ലൊക്കേഷനും ലൈക്കറും ബേബി പിന്നെ അതുവരെ ചെക്ക് ചെയ്തപ്പം മീൻസ് അവരുടെ ഷുഗർ ലെവൽ അല്ലെങ്കിൽ പ്രഷർ ഇതെല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് വരെ നമുക്ക് പോകാം. ഇപ്പോൾ അതൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർ ഒരു 39 ആഴ്ച ആകുമ്പോഴത്തേക്ക് അവരെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ ഇൻഡക്ഷൻ എന്താണ് ഇതിനെ പറ്റിയൊക്കെ ഞങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. പല പേഷ്യൻസിനും ഇൻഡക്ഷൻ എന്താണെന്ന് പോലും അറിയത്തില്ല. അവരോട് ഞങ്ങൾ മരുന്ന് വെക്കുന്ന കാര്യം, ഡോക്ടർ ഇത് ഞങ്ങൾ വിചാരിച്ച് വായിക്കൂടെ വെച്ച് തരുന്ന ഗുളിയായിരിക്കും, അല്ലെ ഡ്രിപ്പ് കയറ്റും, ഇങ്ങനെയല്ലേ പൊതുവെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ ഡോക്ടർ. ചിലത് ഇങ്ങനെ ഇപ്പൊ പെയിൻ വരാത്ത സമയത്ത് ചിലർ പറയുന്നുണ്ടല്ലോ നമ്മൾ മൂത്രം ഒഴിക്കാനുള്ള പോളീസ് കാത്തീറ്റർ അതിടലുണ്ട്, ചിലർ ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യലുണ്ട്. അതൊക്കെ ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക? സാധാരണ ഞങ്ങൾ അത് സേഫസ്റ്റ് ജെല്ലാണ്, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ മീൻസ് നമ്മളത് ഈ കത്തീറ്റർ ചെയ്യുന്നതും പിന്നെ ഡ്രിപ്പ് ഇട്ട് വേദന കൂട്ടാനുള്ളതും ഓരോരോ സ്റ്റേജസിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രിപ്പ് ഇട്ട് മതി, അത് മതി. ഇവിടെ വരുന്ന പേഷ്യൻസിന് ഞങ്ങൾ ഒരു ട്രയൽ ഓഫ് ലേബർ എല്ലാവർക്കും സാധാരണ പെൽവിസ് അവരുടെ അഡിക്വേറ്റ്, പെൽവിസ് എന്ന് വെച്ചാൽ അവരുടെ എല്ലിൽ ഞങ്ങൾ ആ PV പെർ വെജൈനൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലാക്കാൻ പറ്റും. മീൻസ് അവരുടെ ഈ സ്പേസിൽ കൂടെ കുട്ടിക്ക് വരാൻ പറ്റുമോ ഇല്ലയോ, ഞങ്ങൾക്കൊരു ഉദ്ദേശം കാണും. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവരെയൊക്കെ വെക്കാറുണ്ട്. പിന്നെ പക്ഷെ ഇതിലും ഞങ്ങൾ അത് ട്രയൽ ഓഫ് ലേബർ കുറച്ച് സമയം വരെ കൊടുത്തു കഴിയുമ്പോഴും ചിലപ്പോൾ അത് പ്രോഗ്രസ് ചെയ്യത്തില്ല. പിന്നെ അത് ചിലപ്പോൾ സിസേറിയനിലോട്ട് പോകും. അങ്ങനെയുള്ള കേസസ് ഞങ്ങൾ ഇവിടെ കൂടുതലും ചെയ്യാറുണ്ട്. ആ സമയത്ത് പേഷ്യൻസ് പ്രശ്നം, കാരണം നോർമലിന്റെ വേദനയും സഹിക്കേണ്ടി വന്നു, വീണ്ടും സിസേറിയന് പോകേണ്ടി വന്നു. അതിനെ പറ്റി ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? അത് വെറുതെ കൊണ്ടുപോയി സിസേറിയൻ ചെയ്തേക്കാളും നല്ലത് ഇതാണ്. പക്ഷെ ഈ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിലും ഈ പേഷ്യൻസോ പേഷ്യന്റ് ബൈസ്റ്റാൻഡോ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഡോക്ടർ ചുമ്മാ എൻ്റെ മോള് ഇത്രയും നേരം വരെ വേദന കൂട്ടി, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞല്ലേ സിസേറിയൻ ചെയ്തോടെ. പക്ഷെ ചുമ്മാ ഒരു സിസേറിയൻ ചെയ്യുന്ന അല്ലല്ലോ, ഇതൊരു നോർമൽ ആയിട്ടുള്ള പ്രൊസീജിയർ. അതൊരു ഫീമെയിലിന് ചെയ്യാൻ പറ്റിയെങ്കിൽ അതല്ലേ നല്ലത്. എന്തിനാ അതിനെ ഡയറക്ട്ലി ഒരു സിസേറിയനിലോട്ട് പോകുന്നത്? എന്തുകൊണ്ടും നോർമൽ ഡെലിവറിയാണ് സിസേറിയനെ കാട്ടിയും നല്ലത് അല്ലേ ഡോക്ടർ? പല രീതിയിലും അത് തന്നെയാണ് നല്ലത്. പക്ഷെ ചില നോർമൽ ഡെലിവറി, അതെ പക്ഷെ അതിന്റെ അത് തീരുമാനിക്കുന്നത് ഡോക്ടേഴ്സ് തന്നെയാണ്. അതെ, അല്ലാതെ പേഷ്യന്റ് പറഞ്ഞ ഉടനെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഈ വിജയലക്ഷ്മി മെഡിക്കൽ സെന്ററിൽ ഞങ്ങൾ അങ്ങനെ പേഷ്യന്റ് റിക്വസ്റ്റിൽ ഞങ്ങൾക്ക് സിസേറിയൻ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കും നോർമൽ ഡെലിവറിയാണ് നല്ലത്, അതിന് എന്തൊക്കെ നമ്മൾക്ക് എവിടെ വരെ നമുക്ക് പോകാം, അതൊരു ട്രയൽ കൊടുത്ത് നോക്കി നമുക്ക് കുറച്ച് നോക്കിയിട്ട് പിന്നെ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിസേറിയൻ എടുക്കാം. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു ചാൻസ് നമ്മൾ എടുക്കുന്നില്ല, അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പിന്നെ പേഷ്യൻസ് അത് കേട്ടിട്ട് കുറേ ബാക്ക് മീൻസ് വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ എന്ന് പറഞ്ഞ പേഷ്യൻസ് ഞങ്ങളുടെ അടുത്ത് കുറേ വരുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തേത് സിസേറിയനായി, രണ്ടാമത്തെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നോർമൽ ഡെലിവറി കൊടുക്കാം? അതോ കൊടുക്കാൻ പാടുണ്ടോ അതോ കൊടുക്കാൻ പാടില്ലേ? അതിന്റെ കണ്ടീഷൻസ് ക്രൈറ്റീരിയസ് ഒക്കെ അതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇവരോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് പെയിൻ ഇപ്പൊ തന്നെ പെയിൻ വരുന്നു, ഇൻഡ്യൂസ് ആയിട്ട് ഞങ്ങൾ ഇവരുടെ യൂട്രസ് അതെ ഇവരുടെ യൂട്രസിൽ ആദ്യമേ ഒരു സിസേറിയന്റെ സ്കാർ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കത് മരുന്ന് വെച്ച് ഞങ്ങൾ ട്രയൽ ചെയ്യത്തില്ല. ഇഫ് ഷീസ് കമ്മിങ് ഇൻ സ്പോണ്ടേനിയസ് ലേബർ മീൻസ് തന്നെ പെയിനായിട്ട് ആ കുട്ടി വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പീരിയഡ് കുറച്ച് ടൈം കൊടുത്തിട്ട് അവർക്ക് സമയം കൊടുക്കാം അത് തന്നെ ഡെലിവറി ചെയ്യാനുള്ള. അല്ലാതെ നമ്മൾ വേറെ മീൻസ് മരുന്നുകൾ കൊടുത്ത് അതിന് പെയിൻ കൂട്ടാനോ അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല. എന്തൊക്കെ ഡോക്ടർ അതിന്റെ കോംപ്ലിക്കേഷൻസ്? വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ നോർമൽ ഡെലിവറി, ആദ്യത്തെ സിസേറിയൻ സെക്ഷൻ, രണ്ടാമത്തത് നോർമൽ ഡെലിവറി ആക്കാനായിട്ട് പേഷ്യന്റ് ട്രൈ ചെയ്യുന്നു.
അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ ഉണ്ടാവാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ? മെയിൻ ആയിട്ടുള്ള അതിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ആ സിസേറിയൻ സ്കാർ, യൂട്രസിലൊരു സ്കാർ ഉള്ളത്, അത് അതിൻ്റെ പൊട്ടിപ്പോകാം. ആ സ്കാർ ചിലപ്പോൾ ആ പെയിൻ കൺട്രാക്ഷൻ വരുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകാം. അത് അമ്മയ്ക്ക് ശരിക്കും ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം അതിൽ. ആ ബേബിക്കും ഇതിൽ ഡെത്ത് ഉണ്ടാകും. സോ അതാണ് അതിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ്. നമുക്കതിനെ അങ്ങനെയെന്ന് വെച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ. പക്ഷേ ഒരു സ്മോൾ ടൈം, കുറച്ചൊരു ടൈം കൊടുത്ത് അതും പറ്റിയാൽ, വേറെ മീൻസ് സ്റ്റിൽ ഷീസ് നോട്ട് വലിയ ഡയബറ്റിക് അല്ല, വലിയ ബിഗ് ബേബി അല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. ഞങ്ങളിവിടെ കുറേ കേസസ് അങ്ങനെ ആയിട്ട് നോർമലായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. പേഷ്യൻസ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞല്ലോ നോർമൽ ഡെലിവറിയെക്കാട്ടിയും കൂടുതൽ സിസേറിയനെക്കാട്ടിയും കൂടുതൽ നോർമൽ ഡെലിവറിയാണ് നല്ലത്, കഴിയുന്നതും നോർമൽ ഡെലിവറിയാണ് ട്രൈ ചെയ്യുക. പക്ഷേ ഏതൊക്കെ കണ്ടീഷനിലാണ് ഡോക്ടർ സിസേറിയൻ സെക്ഷൻ ഒഴിവാക്കപ്പെടാൻ പറ്റാണ്ട് വരുന്നത്? എന്ന് വെച്ചാൽ ഇപ്പോൾ ബേബി നോർമൽ കിഫാലിക് പൊസിഷൻ എന്ന് പറയുന്നത് ബേബിയുടെ തലയായിരിക്കും താഴെ, അതിൽ നമുക്ക് നോർമൽ വെക്കാം. പക്ഷെ അതൊരു ബ്രീച്ച് ആണെങ്കിൽ, തല തിരിഞ്ഞിരിക്കുന്നത് ചന്തി ഭാഗമാണ് താഴെയെങ്കിൽ ഞങ്ങൾ അതിനെ സിസേറിയനാണ് വെക്കുന്നത്. പിന്നെ ഈ പ്ലാസന്റ ലൊക്കേഷൻ അങ്ങനെ മറുപിള്ള താഴെയാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് നോർമലിന് വെക്കാൻ പറ്റില്ല. അതെ, പിന്നെ ഞങ്ങൾ PV ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പെൽവിസ് തീരെ അഡിക്വേറ്റ് അല്ലാതായിട്ട് തോന്നുവാണെങ്കിൽ ഞങ്ങൾ അവരെ ഡയറക്റ്റ് ആയിട്ട് വെക്കാറുണ്ട്. തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പറയും, മീൻസ് അത് നിങ്ങളുടെ പെൽവിസ് അഡിക്വേറ്റ് അല്ല, ഇത് ഞങ്ങൾക്കൊരു ട്രയൽ പോലും കൊടുക്കാൻ പറ്റില്ല, വിൽ ഡയറക്ട്ലി ഗോ ഫോർ സിസേറിയൻ. കുട്ടിയുടെ വെയിറ്റും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഡോക്ടർ, സിസേറിയനും നോർമൽ ഡെലിവറിയുമായിട്ട്? കാരണം ഇവിടെ 450 ഗ്രാമുള്ള കുട്ടിയൊക്കെ ജനിച്ചിട്ടുണ്ട് നോർമൽ ഡെലിവറി ആയിട്ട്, അതും പൊക്കം കുറവാണ്. ഈ അമ്മയുടെ പൊക്കവും കുട്ടിയുടെ വെയിറ്റും അതെന്തെങ്കിലും ബന്ധമുണ്ടോ ഈ സിസേറിയൻ സെക്ഷനിൽ? കുറേയൊക്കെ ഞങ്ങൾ അത് നോക്കാറുണ്ട്. പക്ഷെ ചില കേസസ് ഞങ്ങൾ നോക്കുമ്പോൾ അമ്മയുടെ ഹൈറ്റ് കുറവാണെങ്കിൽ പോലും പെൽവിസ് നല്ല അഡിക്വേറ്റ് ആണെങ്കിൽ ബേബിയൊക്കെ സുഖമായിട്ട് പ്രസവിച്ചു വരും. പിന്നെ ചില കേസസിൽ ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്കത് ചിലവർക്ക് ഞങ്ങൾ ട്രയൽ കൊടുത്തിട്ട് അത് പോയി സിസേറിയനിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈറ്റ് കുറഞ്ഞ പേർക്കും ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവരുടെ പെൽവിസ് നല്ലതെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് വി ആർ ഗിവിങ് ദേ ഓൾസോ ട്രയൽ നമുക്ക് നടത്താം, നോർമലായിട്ട് പോകാം എന്നുള്ള രീതിയിൽ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്തത് വജൈനൽ ട്രൈ ചെയ്യാം, ബി ബാക്ക്. 2 സിസേറിയൻ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു നോർമൽ ഡെലിവറി ആയിരിക്കും നമ്മൾ ട്രയൽ കൊടുക്കലുണ്ടോ? 2 ട്രയൽ കൊടുക്കൂല. അതിലും ഞങ്ങൾ ഒരു കേസ് ഞങ്ങൾക്ക് ഇങ്ങനെ അത് 2 സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുക്കാം എന്നാണ് ഞങ്ങൾ. പക്ഷെ റിസ്കി ആണ് എല്ലാം, മീൻസ് നമ്മൾ ബ്ലഡ് ഒക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം റെഡി ആയി ഇരുന്നിട്ടാണ് അവർക്കൊരു ഷോർട്ട് ട്രയൽ പോലെ കൊടുക്കുകയുള്ളൂ. അതിൽ പ്രസവിച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ അനസ്തെറ്റിസ് എല്ലാം റെഡി ആയിട്ട് വെച്ചിരിക്കും. പെഡിയാട്രീഷ്യനെയൊക്കെ അറിയിച്ച് ഇമ്മീഡിയറ്റ്ലി സിസേറിയനിലോട്ട് എടുക്കും. നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോവാം. സിസേറിയൻ കഴിഞ്ഞാൽ മിനിമം ഞങ്ങൾ ഇവിടെ 4th ഡേ വരെ ആണ് അഡ്മിഷൻ പറയുന്നത്. എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു 1 വീക്കിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഞങ്ങൾ ഒരു 6 വീക്സ് വരെ എന്ന് പറയുന്നത് നമുക്ക് ആ പോസ്റ്റ്മോർട്ടം പീരീഡ് ആണ്. ആ സമയം 6 ആഴ്ച വരെയുള്ള അവരൊരു ശ്രദ്ധിക്കണം. ഞങ്ങൾ നോർമൽ ഡെലിവറി അല്ലെ സിസേറിയൻ കഴിഞ്ഞാൽ 1 വീക്ക് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുന്നത് അവരുടെ പുറത്തുള്ള മുറിവുകൾ അല്ലെ വേറെ യൂട്രസ് ചുരുങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ നോക്കാനും, അല്ലെ എപ്പിസിയോട്ടമി ഇട്ട സ്റ്റിച്ചസും അതൊക്കെ എങ്ങനെയുണ്ട്, ഹീലിംഗ് ആണോ അത് നോക്കാൻ വേണ്ടി 1 വീക്ക് കഴിഞ്ഞ് വിളിക്കും. പിന്നെ അത് അവരെ ഞങ്ങൾ വിളിക്കുന്നത് ഒരു 6 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കണ്ടമാനം ബ്ലീഡിങ് ഇടയ്ക്ക് വല്ലതും ഉണ്ടായിരുന്നോ, അല്ലെ അവരുടെ യൂട്രസ് ഇപ്പോഴും ചുരുങ്ങിയിട്ടില്ലേ, അങ്ങനെ പറയാൻ ഒന്നുമില്ല. 2 കേസിലും ഒരേപോലെയാണ് ആകുന്നത്. പക്ഷെ സിസേറിയൻ ഡെഫിനറ്റ്ലി നമ്മളിത് ഒരു ഇൻസിഷൻ ഇട്ട് ഓപ്പറേറ്റീവ് ആയതുകൊണ്ട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിലൊക്കെ ബ്ലഡൊക്കെ നേരത്തെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടിയൊക്കെ വരാറുള്ളൂ, റെയർ ബ്ലഡ് ഗ്രൂപ്പ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ. അനീമിയ കൂടുതൽ കാണുന്നത് സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അനീമിയ കൂടുതൽ കാണുന്നത് സാധ്യത കൂടുതലാണല്ലേ? അത് എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം മീൻസ് ചില സിസേറിയത്തിന് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഈവൻ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും നല്ല മീൻസ് ബ്ലീഡിങ് വരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അനീമിയ. പിന്നെ ആദ്യം മൂലം അവർക്ക് കുറച്ച് ബ്ലഡിന്റെ കുറവുണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ 2ലും ഒരേപോലെ കാണത്തുള്ളൂ, അല്ലാതെ സിസേറിയൻ്റെ കൂടുതൽ ആയിട്ട് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടില്ല.
എന്താ ഡോക്ടർ അടുത്ത പ്രാവശ്യം മറുപിള്ള താഴെ പറ്റി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, മറുപിള്ള ബ്ലാഡറിലോട്ട് കയറി പിടിക്കാമെന്നൊക്കെ പറയപ്പെടുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സിസേറിയൻ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറുപിള്ള ഈ പ്ലാസന്റ അക്രീറ്റ ഇൻക്രീറ്റ അതായത് ബ്ലാഡറിലോട്ട് കയറി പിടിക്കുന്നതിനെ പറ്റി അത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണോ? അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ സിസേറിയൻ? ഞാൻ അത് അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങൾ കണ്ട കേസസിൽ അങ്ങനെയാണ്. നമ്മൾ ആ ഹിസ്റ്ററി നോക്കി വരുമ്പോഴത്തേക്ക് അവരുടെ ആ സിസേറിയൻ സ്കാറിന്റെ മുകളിൽ കൂടെ ഉള്ള എക്രീറ്റകളാണ് ഞങ്ങളിവിടെ